പിറ്റേന്ന് രാവിലെ അരമനയിലേക്ക് ജാൻസി എത്തുമ്പോൾ ക്ലാരയ്ക്ക് വയ്യാത്തതിനാൽ കാപ്പിയുമായി ജാൻസി തന്നെയാണ് മുറിയിലേക്ക് ചെന്നത്. വിളിച്ചതും അവൻ വാതിൽ തുറന്നിരുന്നു. അവളെ കണ്ടതും ഒരു കള്ളച്ചിരിയോടെ അവൻ കാപ്പി വാങ്ങി. ഇന്ന് പോണ്ടേ? അവൾ ചിരിയോട് ചോദിച്ചു. പോകണം, പക്ഷെ നിന്നെ കണ്ടിട്ട് പോകണോ വേണ്ടയോ എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുക. എൻ്റെ മനസ്സിന്നലെ ഒന്ന് പതറിപ്പോയി. അപ്പോൾ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും വഷളത്തരവായി എൻ്റെ അടുത്ത് വന്നാ എൻ്റെ തനി സ്വഭാവം കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ, അതൊക്കെ എനിക്കറിയാം. അല്ല, ഞാൻ നിന്നെ കെട്ടിക്കഴിഞ്ഞാലും നീ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇടപെടുന്നത്. എനിക്കിങ്ങനെയൊക്കെ അറിയൂ. സാരമില്ല, അറിയാത്തതൊക്കെ ഇച്ചായം പഠിപ്പിച്ചു തരാം. കേട്ട് കഴിയട്ടെ. അവൻ ചിരിയോടെ അവളുടെ കാതോരം ചോദിച്ചപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എനിക്ക് ഒരുപാട് പണിയുണ്ട്, ഞാൻ പോവാ. അവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്കിട്ടു. ഇത്തവണ അവളിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും അവൻ കണ്ടിരുന്നില്ല. അവൻ മെല്ലെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. എന്നെ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് എന്നെ വേദനിപ്പിച്ചു പോവൂ? അറിയാതെ അവൾ ചോദിച്ചു. അവളുടെ ചോദ്യം അവനിൽ നോവ് പടർത്തി. വിശ്വാസം ഇല്ലേടി നിനക്ക് ഇപ്പോഴും എന്നെ? അവൻ വേദനയോട് ചോദിച്ചു. അതല്ല, അർഹിക്കാത്തതെന്തോ ആഗ്രഹിക്കും പോലെ ഒരു തോന്നൽ. അത് വേണ്ട. എനിക്കാണ് അർഹതക്കുറവ് നിന്നെ കിട്ടാൻ. നിന്നെ മറന്നൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് പള്ളിയിലെ അരമന വീട്ടിലെ കുടുംബക്കല്ലറയിലായിരിക്കും. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അവൻ്റെ വാ പൊത്തിക്കളഞ്ഞു. അവൻ പെട്ടെന്ന് ആ കൈയെടുത്തു, നെഞ്ചോട് ചേർത്തു. ഇതിലും വലിയ ഉറപ്പ് എൻ്റെ കയ്യിലില്ല മോളെ. അവളുടെ മുടി തഴുകി അവൻ പറഞ്ഞു. ആഗ്രഹമുണ്ട്. അവൾ എന്താണെന്ന സംശയത്തിൽ അവനെ നോക്കി. നിന്റെ കൈയുടെ ചൂട് പതിഞ്ഞ ഈ കവിളിൽ നിന്റെ ചുണ്ടുകൊണ്ടൊരു സ്നേഹസ്പർശനം, പിന്നെ നിന്റെ ആ മറുകിലും. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അപ്പോൾ അവൻ അവളുടെ താടിത്തുമ്പ് പിടിച്ച് മുഖത്തേക്ക് നോക്കി. പ്ലീസ്. അവൾക്ക് എന്തോ വല്ലാത്ത ചമ്മൽ തോന്നിയിരുന്നു. എങ്കിലും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ്റെ കവിളിന് നേർക്ക് ചുണ്ടുകൾ ചേർത്തു. അതിനുശേഷവും അവനിൽ നിന്നും ഒരു പ്രതികരണവും കാണാഞ്ഞപ്പോൾ അവൾ മെല്ലെ കണ്ണുകൾ തുറന്നപ്പോൾ അവൻ ചിരിയോടെ മീശ പിരിച്ച് അവളെ നോക്കി നിൽക്കുകയാണ്. നീ തൻ്റെ ഒരു കുഞ്ഞു വാശിയായിരുന്നു. എന്ത്? അവൾ കപട ഗൗരവത്തിൽ ചോദിച്ചു. നിന്നെ കൊണ്ട് ഇവിടെ ഒരു ഉമ്മ തരണമെന്ന്. ഇനിയൊരു വലിയ വാശിയും കൂടി ഉണ്ട്. അതെന്താ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ കെട്ടി ഈ മുറിയിൽ നിന്റെ കൂടെ കഴിയുന്ന നിമിഷം പറ്റുമെങ്കിൽ ഫസ്റ്റ് നൈറ്റിന് തന്നെ നിനക്കൊരു കൊച്ചിനെ തരണമെന്ന്. അയ്യടാ, എന്താടി അയ്യേ? ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്? ഒന്ന് പോയി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇപ്പം പൊക്കോ. പക്ഷെ ഉടനെ ഈ ജോലിയിൽ നിന്നൊക്കെ ഞാൻ പിരിച്ചുവിടും. അതെന്താ? അവൾ മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി. ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രമോഷൻ തരാം. എന്ത് പ്രമോഷൻ? ഇവിടുത്തെ ജോലിക്കാരിൽ നിന്നും ഇവിടുത്തെ വീട്ടുകാരിയിലേക്കുള്ള പ്രമോഷൻ, എൻ്റെ ഭാര്യയായുള്ള പ്രമോഷൻ. പിന്നെ പതുക്കെ എൻ്റെ ഓരോ മക്കളുടെയും അമ്മയാക്കാം. അവളുടെ മുഖത്ത് നാണത്തിൻ്റെ രാശി തെളിഞ്ഞു. അത് അവനിലെ പ്രണയത്തെ ഉണർത്തി. അവൻ അവൾക്കരികിലേക്ക് ചെന്ന് അവളുടെ താടിയിലുള്ള മറുകിൽ ചുണ്ട് ചേർത്തു. അവൾ പിടഞ്ഞുപോയി. ചിരിയോടെ അവൻ അവളിൽ നിന്ന് മാറി. ഇപ്പം സമാസമമായി. എന്ത്? ഉമ്മ. നീയും തന്നു, ഞാനും തന്നു. ചിരിയോടെ അവൻ പറഞ്ഞു. അവൾക്ക് നാണം ചെഞ്ചുവപ്പ് ചാർത്താൻ തുടങ്ങി. നിന്റെ പഠിത്തമൊക്കെ ഒന്ന് പഴയതുപോലെ ആക്കണം. ഒരുപാട് കഴിവുകളില്ലേ നിനക്ക്? ഇങ്ങനെ ജോലിയൊന്നും ചെയ്ത് നടക്കേണ്ട ഒരാളല്ല. സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുമെങ്കിലും ഇനി പഠിക്കണം. ഒക്കെ ഞാൻ ശരിയാക്കി തന്നോളാം. ആദ്യം എൻ്റെ കൊച്ചിനെ ഞാനൊന്ന് സ്വന്തമാക്കട്ടെ. ചിരിയോടെ അവൻ പറഞ്ഞു. അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീഴുന്നുണ്ടായിരുന്നു. എന്താ ഇത്? ഞാൻ പറഞ്ഞില്ലേ, നീ കരയുന്നത് കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ ഇച്ചാൻ്റെ ഝാൻസി റാണിയല്ലേടി. ഞാൻ രണ്ടുപേരുടെ മുന്നിലേ കരയാറുള്ളൂ. ആരുടെയൊക്കെ? ഒന്ന് കർത്താവിൻ്റെ, പിന്നെ പിന്നെ അവൾ ചിരിച്ചു. പിന്നെ ഈ അച്ചായൻ്റെ അല്ലേ? അവൻ ചോദിച്ചു. അവളും ചിരിച്ചു. അതിന് കണ്ണു നിറയ്ക്കാതെ പൊയ്ക്കും. ഇനി ഇങ്ങനെ നിന്നാ ഇന്ന് ചിലപ്പോൾ ഓഫീസിൽ പോക്ക് നടക്കില്ല. ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ നിന്നെ കെട്ടി കൂടെ കൊണ്ടുപോകേണ്ടി വരും. അടുത്തേക്ക് വരുന്നവനെ തള്ളി മാറ്റിയതിനു ശേഷം അവൾ ചിരിയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു. തന്നിൽ ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇത്രയും നാണമുണ്ടായിരുന്നോ? അവനെ കാണുമ്പോൾ താനറിയാതെ ഏതൊരു പെണ്ണിനെയും പോലെ നാണവും പ്രണയവും തുളുമ്പുന്ന പെണ്ണായി പോകുന്നതായി അവൾ അറിഞ്ഞു. തരളിതയാകുന്നുണ്ട്. താൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കണ്ണിൽ തന്നോട് തോന്നിയ ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ് തന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. തനിക്ക് കാവലായി, തനിക്ക് മാത്രമായി ഒരുവനുണ്ടെന്ന തോന്നലാണ് ഏതൊരു പെണ്ണിൻ്റെയും പ്രചോദനം. തൻ്റെ കുറവുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആണൊരുത്തൻ. ആ സമയം ജാൻസിയും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയായിരുന്നു. നിറമുള്ള സ്വപ്നങ്ങൾ. അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെന്ന് ബാക്കി ജോലികളെല്ലാം തീർത്ത് കഴിഞ്ഞപ്പോൾ അവൻ റെഡിയായി വന്നിരുന്നു.
ക്ലാരയ്ക്ക് വയ്യാത്തതിനാൽ ജാൻസി തന്നെയായിരുന്നു ഭക്ഷണം എടുത്ത് കൊടുത്തത്. ഒന്നും ചോദിക്കാതെ അവൾ അറിഞ്ഞു വിളമ്പി. പ്ലേറ്റിലെ ഓരോന്ന് തീരുന്നതിനനുസരിച്ച് ആവശ്യമുള്ളതൊക്കെ അവൾ വിളമ്പി. അവന് അത്ഭുതം തോന്നി. അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ. ഇതാദ്യമാണ് പൂർണ്ണ മനസ്സോടെ അവൾ വല്ലതും എടുത്തു തരുന്നത്. ചെറു ചിരിയോടെ അവൻ കഴിച്ചു. നീ കഴിച്ചോ? കഴിച്ചോളാം. ഇരിക്കടി, ഇച്ചായം തരാം, അവൻ ചെറു ചിരിയോടെ പറഞ്ഞു. ചുമ്മാ കുഞ്ഞു കളിക്കാതെ കഴിച്ചിട്ട് പോവാൻ നോക്കിക്കേ, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. ആഹാ, എങ്കിൽ കഴിപ്പിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് ഇരിക്കടി. അതും പറഞ്ഞ് അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലിരുത്തി. ഒരു വേള അവൾക്കൊരു ഭയം തോന്നി. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് അനുവദിച്ചില്ല. എന്തു ഈ കാണിക്കുന്നേ? ആരെങ്കിലും വന്ന് കാണും. കാണട്ടെ, എനിക്കൊരു പേടിയില്ല. ഞാൻ ധൈര്യമായി പറയും എൻ്റെ പെണ്ണാണെന്ന്. ചുമ്മാ ഇരിക്കും മനുഷ്യ, എന്നെ ഒന്ന് വിട്ടേ. ഇവളുടെ വർത്തമാനം കേട്ടിട്ട് അവന് ചിരി വന്നു. അവൻ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്നും അല്പം എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ വേണ്ട എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. എങ്കിൽ കഴിച്ചു കഴിയും വരെ മോൾ ഇവിടെ തന്നെ ഇരിക്കും, കുസൃതിയോടെ അവൻ പറഞ്ഞു. കഷ്ടമുണ്ട്, അവൾ പറഞ്ഞു. എങ്കിൽ കഴിക്ക്. അവൻ പറഞ്ഞപ്പോൾ അവൾ മറ്റു മാർഗമൊന്നുമില്ലാതെ വാ തുറന്നു. അവൻ ഭക്ഷണം അവൾക്ക് കൊടുത്തു. അവളത് കഴിച്ചു എന്ന് ഉറപ്പ് വന്നപ്പോൾ അവൻ അവളെ വിട്ടു. അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ശേഷം ചെറു ചിരിയോടെ അവൻ എഴുന്നേറ്റ് കൈകൾ കഴുകി. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. താൻ കഴിച്ചു കഴിയുന്നത് വരെ നീ വായി നോക്കി നിന്നല്ലേ? എനിക്ക് വേറെ അസുഖമൊന്നും വരണ്ടെന്ന് കരുതി തന്നതാ. അവൻ കുസൃതിയോടെ അത് പറഞ്ഞപ്പോൾ അവൾ കൂർപ്പിച്ച് അവനെ നോക്കി. ഇപ്പം എന്താണ് നിന്റെ മൂക്ക് ചോക്കാതിരിക്കുന്നത്? അവൻ ചിരിയോട് ചോദിച്ചു. പോകാൻ നോക്ക്. അവൾ ചിരിയോടെന്ന് പറഞ്ഞതിന് ശേഷം അവൻ്റെ അരികിൽ നിന്നും അടുക്കളയിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി നിന്ന് ചിരിയോടെ അവൻ ഇറങ്ങി. അമ്മച്ചിയെ, ഞാൻ ഇറങ്ങാണേ എന്ന് അല്പ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അത് അവൾക്ക് കേൾക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അടുക്കളയിൽ നിന്ന് അവൾ അറിയാതെ ചിരിച്ചിരുന്നു. രാവിലെ തന്നെ ലിൻസി ഫോണെടുത്ത് ബോബിയെ വിളിച്ചു. ഹലോ ലിൻസി, ഇന്നലെ ഒരു പ്രോബ്ലം ആവണ്ടെന്ന് കരുതിയ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിനക്ക് വിഷമമായി എന്നറിയാം, സോറി. അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നി. അവളത് സ്വയം നിയന്ത്രിച്ചു. അതൊക്കെ എനിക്ക് അറിയില്ലേ ബോബി. അവനാശ്വാസം തോന്നി. അവൾ കൈവിട്ട് പോയി എന്ന് തോന്നിയിരുന്നു. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് ബോബി ഒന്ന് കാണണം. അതിനെന്താ, എപ്പോഴാ? അവർ ഉത്സാഹത്തോട് ചോദിച്ചു. ഇന്ന് തന്നെ, പള്ളിയുടെ കപ്പേളയിൽ വന്നാൽ മതി. അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ വരാം. പിന്നെ വരുമ്പോൾ വെറുതെ വരണ്ട. അന്ന് ഞാൻ തന്നൊരു 10,000 രൂപയില്ലേ, അതുകൂടി കൊണ്ടുവരണം. ബോബി ശക്തമായി ഒന്ന് ഞെട്ടി. ലിൻസി, അത് പിന്നിപ്പോൾ അത്രയും കാശൊന്നും. ഒന്നും പറയണ്ട, എനിക്ക് ഇന്ന് തന്നെ വേണം. അത് തന്നിട്ട് നീ എനിക്ക് വാങ്ങി തന്ന കുറേ തുണിയും ഫോണും ഒക്കെ കൊണ്ടുപോക്കോ തിരിച്ച്. ലിൻസി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് നിന്റെ പപ്പയും മമ്മിയും ഈ ഫോണിൽ നീ എനിക്ക് അയച്ച മെസ്സേജൊക്കെ കാണിക്കും. അയ്യോ വേണ്ട, ഞാൻ കാശ് കൊണ്ടുതരാം. ഇനി വിളിക്കേണ്ടി വരരുത്. ആ കാശ് എൻ്റെ ചേച്ചിയുടെ വിയർപ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് കാശ് തരാം. ക്ലാര രാവിലെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ വല്ലാതെ ക്ഷീണിതയായാണെന്ന് ജാൻസിക്ക് തോന്നിയിരുന്നു. ഒട്ടും വയ്യേ ക്ലാരമ്മച്ചി? അവൾ അവരോട് ചോദിച്ചു. എന്നാ പറയാനാ കൊച്ചേ, ഒട്ടും വയ്യ. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നിന്നോട് ഞാനത് പറയാൻ മറന്നുപോയി. എന്നതാണ്? അവൾ ചിരിയോട് ചോദിച്ചു. നമ്മുടെ ആൽവിൻ ഇല്ലേ, അവൻ്റെ കല്യാണം ഉറപ്പിച്ചു. പൊടുന്നനെ അവളുടെ ഒരു നടുക്കമുണ്ടാകുന്ന അവൾ അറിഞ്ഞു. അറിയാതെ കയ്യിലിരുന്ന പാത്രം സ്ലാബിലേക്ക് ഊർന്നു പോയിരുന്നു. അവൻ വാരി നൽകിയ ഭക്ഷണത്തിന്റെ രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല. അന്നിവിടെ വന്നില്ലേ ടെസ്സ? അവളുടെ അപ്പച്ചനും ഇച്ചായനും കൂടി ഇന്നലെ അവളുടെ വീട്ടിൽ വെച്ച് ഞങ്ങള് വിളിച്ചങ്ങ് ഉറപ്പിച്ചു. ഞായറാഴ്ച അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു ഇച്ചായൻ. ആൽവിൻ സാറ് സമ്മതിച്ചോ? അവസാന പ്രതീക്ഷ പോലെ അവൾ ചോദിച്ചു. സമ്മതിക്കാതിരിക്കാൻ എന്നാ കാരണം? അവളെ ഭയങ്കര ഇഷ്ടം അവന് പണ്ടു തൊട്ടേ. ഇപ്പോഴും അവളുടെ കാര്യം പറയും. അവളെ പറ്റി മാത്രമേ പറയാനുള്ളൂ. അവനങ്ങനെ പെൺസുഹൃത്തുക്കളൊന്നും ഇല്ലേ. ഈ കൊച്ചിനോട് മാത്രം ഒരു പ്രത്യേക ഇഷ്ടമാണ്. ദിവസവും ഒരു 3-4 തവണയെങ്കിലും ആ പെങ്കൊച്ചിനെ അവൻ വിളിക്കും. ചോദിച്ചപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ മനസ്സിലും അവനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. പിന്നെ നമ്മളായിട്ട് എന്തിനാ വച്ച് താമസിപ്പിക്കുന്നത്? എല്ലാം കൊണ്ടും അവന് ചേരുന്ന കൊച്ചല്ലേ. ആ, അതെ, ചേരുന്ന കൊച്ചാണ്. ചേരാത്തത് താൻ മാത്രമാണ്. അവൾ മനസ്സിലോർത്തു. ഒരു നിമിഷം അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. ആകാശത്തെ സൂര്യനെ മോഹിച്ചു വാടി വീണ സൂര്യകാന്തിയെക്കുറിച്ച് പണ്ട് സ്കൂളിൽ പഠിച്ച അവൾക്ക് ഓർമ്മ വന്നു. അതേപോലെയായിരുന്നു താൻ. ഇന്നലെ താൻ വലിയവായി ലിൻസിയോട് സംസാരിച്ചതാണ്. താൻ സ്വന്തം സ്ഥാനം മറന്നുകൊണ്ടാണ് ഇത്രനാളും പ്രവർത്തിച്ചിരുന്നത്. സ്വന്തം അവസ്ഥ താൻ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ആൽവിൻ്റെ ഭാര്യയാവാനുള്ള എന്ത് അർഹതയാണ് തനിക്കുള്ളത്? അത്രയെങ്കിലും ചിന്തിക്കേണ്ടിയിരുന്നു. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഇല്ല, എപ്പോഴൊക്കെയോ അറിയാതെ മനസ്സ് കൈവിട്ടു പോയി എന്നുള്ളത് സത്യമാണ്. ഇനി താൻ അതിനൊരു അവസരം നൽകില്ല. ചിലരെ ദൈവം സൃഷ്ടിച്ചത് വേദനിക്കാൻ വേണ്ടി തന്നെയാണെന്ന് അവൾക്ക് തോന്നി. മനസ്സമാധാനമെന്ന ഒന്ന് കിട്ടാതെ മരിക്കുവോളം നരകിക്കാൻ, ഒരിക്കൽ പോലും സന്തോഷിക്കാൻ അനുവദിക്കാതെ. ഒരു വേള അവൾക്ക് ദൈവത്തോട് പോലും ദേഷ്യം തോന്നി. തൻ്റെ മനസ്സിൽ തോന്നിയതൊക്കെ തൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാൻ തനിക്ക് കഴിയും. ഇനിയൊരു നെരിപ്പോടായി തൻ്റെ മനസ്സിൽ എരിയാൻ താൻ അനുവദിക്കില്ല. ഒന്നും താൻ മനസ്സിൽ വയ്ക്കില്ല. ചേരുന്നവർ തമ്മിൽ ചേരട്ടെ, അതിന് താനൊരു തടസ്സമായി നിൽക്കുന്നില്ല, അവൾ മനസ്സിൽ ഉറപ്പിച്ചു.
അന്ന് ജോലികളൊന്നും ചെയ്യാൻ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. എങ്കിലും എങ്ങനെയൊക്കെ അവൾ ജോലികളൊക്കെ തീർത്തു. വൈകുന്നേരം സാധാരണ വരുന്ന നേരത്തായിരുന്നു ആൽവിൻ വന്നത്. അവളെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു ആ വരവ്. അവൾ ആൽവിന് ചായയുമായി ചെന്നപ്പോൾ രാവിലത്തെ അവളുടെ മുഖത്ത് കണ്ട സന്തോഷം ഇപ്പോൾ ഇല്ലെന്ന് അവന് തോന്നിയിരുന്നു. ചായ കുടിച്ചതിന് ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി? അതും ചോദിച്ച് അവൻ അവളുടെ കൈകളിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. അപ്പോൾ അവൾ ബലമായി അവനിൽ നിന്നും അല്പം അകലം സൃഷ്ടിച്ചു നിന്നു. എന്തു പറ്റി? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. എന്താ തന്റെ ഉദ്ദേശം? തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.